another session of our chapter, The Best Investment I Ever Made. Hello all. Good evening, Amir, Dalia, 3 stars. Good evening all. How are you all doing? So here I am with the chapter, The Best Investment I Ever Made. And in our last session, we have discussed summary of the chapter and regarding character sketch of Mr. John, right? So today we will be discussing much more questions, which is very important from the chapter. Okay. What about you? I'm good. Fine. Alhamdulillah. Everything going well. Tea ഒക്കെ കുടിച്ചു. ഞാൻ നല്ല ഫലൂദ കഴിച്ചു. അതുകൊണ്ട് എൻ്റെ ത്രോട്ടിന് ചെറിയൊരു പ്രശ്നം കിട്ടിയിട്ടുണ്ടോ എന്നൊരു തോന്നൽ. എന്താണ് നിങ്ങളുടെ താങ്ക് യു 3 stars. So what about your സുഖമായിട്ടിരിക്കുന്നടാ? സുഖമായിട്ടിരുന്ന് ഞങ്ങൾക്കില്ല ഫലൂദ. സോറി മാൻ, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് പിന്നെ കഴിയാം. എങ്ങനെ പോകുന്നു നിങ്ങളെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ചാപ്റ്റേഴ്സ് ഇപ്പൊ കലോത്സവമൊക്കെ കഴിഞ്ഞു, നിങ്ങളെല്ലാവരും ബുക്കിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടാവും അല്ലേ? റൈറ്റ്. So I know you people are waiting for your Christmas examination, right? നിങ്ങളെ കലോത്സവം കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബുക്സ് ആയിട്ടുണ്ടാവും. എല്ലാവരും ഇങ്ങനെ പഠിക്കാൻ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അടിപൊളിയായി പോയിരുന്നുണ്ട്. ഓക്കേ ഫൈൻ. തേർഡ് സ്കൂളിൽ തീർന്നു. ഇംഗ്ലീഷ് തേർഡ് മനസ്സിലായില്ല. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള പവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫലൂദ കഴിച്ചത്. ഓക്കെ. സോ നൗ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണിയുണ്ട്. ഷെയർ മാക്സിമം വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ബിക്കോസ് ഐ ഹാവ് ടോൾഡ് യു ദിസ് ചാപ്റ്റർ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ദിസ് ചാപ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് ഫ്രം ദിസ് ചാപ്റ്റർ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ഫ്രണ്ട്സ് ആയിട്ട് എല്ലാവരും പഠിക്കട്ടെ അല്ലേ? മൈ നെയിം ഇസ് അതീബ ഗഫൂർ. സോ നിങ്ങൾ മാക്സിമം ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ. സോ അവരൊക്കെ പഠിച്ച് നല്ല രീതിയിൽ, നിങ്ങൾ മാത്രമായ പറ്റില്ലല്ലോ അല്ലേ? നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കണ്ടേ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? താങ്ക് യു റിയൽ മാഡ്രിസ്റ്റ, താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. സോ യു നോ അബൌട്ട് ദ ചാപ്റ്റർ, റൈറ്റ്? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഡോക്ടർ എജെ ക്രോൺ എന്ന ഷിപ്പിൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളാണല്ലോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒരു പാസഞ്ചർ അദ്ദേഹത്തിന് സ്റ്റെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ആൻഡ് ദാറ്റ് വാസ് മിസ്റ്റർ ജോൺ ആൻഡ് ഹിസ് വൈഫ്. ആൻഡ് യു നോ അബൌട്ട് മിസ്റ്റർ ജോൺ, റൈറ്റ്? മിസ്റ്റർ ജോൺ എല്ലാവർക്കും അറിയാലോ. മിസ്റ്റർ ജോണിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ, ആൻഡ് യു ഹാവ് ടു study that. Okay, then okay, so നിങ്ങൾ ജോണിനെ പറ്റിയിട്ട്, ജോൺ ഇപ്പം പ്രസന്റിൽ ചെയ്യുന്ന പരിപാടീസും ജോണിന്റെ പാസ്റ്റ് ലൈഫ്, വി നോ ഹി വാസ് എൻ ഓർഫൻ. ഹി വർക്ക്ഡ് ഇൻ ലണ്ടൻ സോളിസിറ്റേഴ്സ് ഓഫീസ്. പിന്നെ ബാഡ് കമ്പാനിയൻസ് വരുന്നു. പിന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബിലോങ്ങിങ്സും പണയം വെക്കുന്നു. അവസാനം ഓഫീസ് സേഫിൽ നിന്ന് 7 pounds and 10 shillings കട്ടെടുക്കുന്നു. അതിനുശേഷം നിയമ നടപടികൾ, പ്രൊസീഡിങ്സ് ഒക്കെ പേടിച്ചുകൊണ്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നു അല്ലെ? അവിടെ നിന്ന് രക്ഷിക്കുന്നതാണ് നമ്മളെ എൻട്രി, ഡോക്ടർ എജെ ക്രോണിന്റെ എൻട്രി അവിടെയാണ് വരുന്നത് അല്ലെ? And now he is, Mr. John is a solicitor, and then for the past 15 years അദ്ദേഹം ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ ആയിരുന്നു അല്ലെ? ചേരി പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അതേപോലെ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. അങ്ങനെ കുറെ പരിപാടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്നും വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? സോ പ്ലീസ് ലിസൺ. So let's discuss a news report. Okay, so news report nokam, and this is a question. Please listen. Mr. John in the story was honored by the United States Department of Justice for his dedicated service of over 15 years in the rehabilitating UNL delinquents. The report appeared in the newspaper next day. Write the likely newspaper report. So മിസ്റ്റർ ജോൺ ഇപ്പോൾ ഫേമസ് ആയിട്ടുണ്ട് അല്ലേ? സോ ഹി വാസ് ഓണേർഡ്. അദ്ദേഹത്തിന് ആദരിച്ചു ആര്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഫോർ ഹിസ് ഡെഡിക്കേറ്റഡ് സർവീസ് ഫോർ
പാസ്റ്റ് 15 years ആയിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന് ഓണർ ചെയ്യുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം ന്യൂസ് പേപ്പറിൽ ആ പരിപാടിനെ പറ്റി വരില്ലേ? അപ്പം അതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കണം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കാം. ഡയറി റൈറ്റിംഗും ന്യൂസ് റിപ്പോർട്ടും നരേഷനും റൈറ്റപ്പും ഒക്കെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ആൻസർ. സോ നമ്മൾ ആദ്യം ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ കാണാറുണ്ടല്ലോ. ന്യൂസ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഗിവ് ദ ഹെഡ്ലൈൻ അല്ലേ? ഹെഡിങ് നമ്മൾ കൊടുക്കും. സോ ഇവിടെ ഞാൻ ഹെഡ്ലൈൻ കൊടുത്തു, മിസ്റ്റർ ജോൺ ഓണേർഡ് ബൈ US ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡ്ലൈൻ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ന്യൂസ് റിപ്പോർട്ട് ടഫാ. ന്യൂസ് റിപ്പോർട്ടിൽ നിങ്ങൾ ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. ആദ്യം നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ സംഭവം ഉള്ളതിനെ കുറിച്ച് നമ്മൾ കൊടുക്കണം അല്ലേ? സോ അതിന് നിങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ട്, വെൻ, വേർ, വൈ, ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടിൽ ഉണ്ടാവണം. എന്താണ് സംഭവം, എവിടെയാണ് നടക്കുന്നത്, ഹു, ആരാണ് ഇതിലെ മെയിൻ ആള്, അയാളെ പറ്റിയിട്ടുള്ള ചെറിയ വിവരണമൊക്കെ നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക. പിന്നെ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾ മെയിനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങളിപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് അങ്ങനെയല്ലേ ഉണ്ടാവുക. ഫസ്റ്റ് പാരഗ്രാഫിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ തരുള്ളൂ അല്ലേ? എന്താ സംഭവം, എവിടെയാണ് നടക്കുന്നത്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള സംഭവങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കും. അതിൻ്റെ ഡീറ്റെയിലിങ് അത് വായിച്ചിട്ട് വേണം നമുക്ക് ബാക്കി വായിക്കാനുള്ള ത്വര ഉണ്ടാവണം അല്ലേ? അപ്പം ആ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾ അടിപൊളിയാക്കിയാൽ മാത്രമേ നിങ്ങൾ ഈ ബോഡിയിലേക്ക് പോകുന്ന സമയത്ത്, അതായത് മെയിൻ പാരഗ്രാഫിൽ പോകുന്ന സമയത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ ആണല്ലോ? സോ ലിസൺ. ഇനി നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു, ഫ്രൈഡേ October 14. സ്റ്റാഫ് റിപ്പോർട്ട് എന്ന ബൈലൈനിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതുക. പ്ലേസ് കൊടുക്കുക, ന്യൂയോർക്ക്. ഇനി ഇവിടെ നോക്കാം, നമ്മൾ എന്താ ചെയ്യുന്നത്, ജോണിനെ US ഡിപ്പാർട്ട്മെന്റ് ആദരിക്കുന്നതാണ് കേട്ടോ. അതാണ് പരിപാടി, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ന്യൂസ് റിപ്പോർട്ട്. അപ്പൊ ജോണിനെ പറ്റി ഇത് എവിടെയാണ് നടക്കുന്നതൊക്കെ നിങ്ങൾ എഴുതാം. സോ ലിസൺ, മിസ്റ്റർ ജോൺ, എ സോഷ്യൽ വർക്കർ ഹു ഹാസ് ഡെഡിക്കേറ്റഡ് ഓവർ 15 years to rehabilitating underprivileged and delinquent youth, was honored yesterday by the United States Department of Justice for his outstanding service. So, Mr. John ആണ്. ആരാന്നുള്ളതിന് ആളെ കിട്ടിയല്ലോ, മിസ്റ്റർ ജോൺ ആണ്. എ സോഷ്യൽ വർക്കർ ആണ്. Who has dedicated over 15 years to rehabilitating underprivileged and delinquent youth. So, കഴിഞ്ഞ 15 വർഷമായിട്ട് ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ഈ ഡെലിങ്ക്വന്റ് ആയിട്ടുള്ള, മാനസികമായിട്ട് തകരാറുള്ള, ക്രിമിനൽ മൈൻഡ് ഒക്കെയുള്ള സ്വഭാവമുള്ള ഈ കുട്ടികളെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വാസ് ഓണേർഡ്, അദ്ദേഹത്തെ ആദരിച്ചു, യെസ്റ്റർഡേ, ഇന്നലെ. എപ്പോഴാണ്? ഇന്നലെയാണ്, സമയവും പറഞ്ഞു, യെസ്റ്റർഡേ, ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് for his outstanding service. അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് കണ്ടിട്ട് അദ്ദേഹത്തെ ഇന്നലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആദരിച്ചു. അപ്പൊ നോക്ക്, ആരെ പറ്റിയിട്ടാ? ജോണിനെ പറ്റിയിട്ടാ. അതിപ്പോ ഈ ലൈനിൽ കൊടുത്തല്ലോ. എപ്പോഴാ? ഇന്നലെയാ നടന്നത്. ആരാ ഇവരെ ആദരിച്ചത്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് കണ്ടിട്ട്. അപ്പം ഏകദേശം കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തില്ലേ? സോ നിങ്ങൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലൈനിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, വാട്ട്, വേർ, വെൻ, വൈ എന്നുള്ള ഈ കാര്യങ്ങളുടെ ഉത്തരങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി the recognition took place at a special ceremony held at Justice Department's headquarters. So, ഇത് എവിടെയാണ് നടന്നത് എന്നാ പറഞ്ഞത്? ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഈ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫിലോട്ട് വരിക. ഇനി ജോണിനെ പറ്റി നമുക്കൊന്ന് പറയാം. ആരാ ജോൺ എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാതെ പത്രം വായിക്കുന്ന ഒരാൾക്ക് ആരാ ജോൺ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവൂലേ? സോ ലെറ്റ്സ് സീ ഹു ഇസ് ജോൺ. ഗുഡ് ഈവനിങ് ഈവ്. Mr. John's effort have helped transform the lives of countless young individuals. Mr. John's effort countless ആയിട്ടുള്ള എത്രയോ ജനങ്ങളുടെ ചെറിയ ചെറിയ യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഗൈഡിങ് ദം ടുവേർഡ്സ് പോസിറ്റീവ് ഫ്യൂച്ചേഴ്സ് ത്രൂ ഹിസ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം. അദ്ദേഹത്തിന്റെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൂടെ കുറേ കുട്ടികൾക്ക് അദ്ദേഹം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
His work focuses on providing these youth with support. അദ്ദേഹത്തിന്റെ വർക്ക് ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു റീബിൽഡ് ദെയർ ലൈഫ്സ്. അവരുടെ ലൈഫ് അത് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ദിസ് ഓണർ ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി. ഈ ആദരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം സൊസൈറ്റിയിൽ ചെയ്ത എത്രത്തോളം കോൺട്രിബ്യൂഷൻസ്, ആ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനത്തെ ഇൻഡിവിജ്വൽസിന് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ദ ലാസ്റ്റിംഗ് ഇമ്പാക്ട് ഓഫ് ഹിസ് വർക്ക് ഇൻ റെഡ്യൂസിങ് ഡെലിൻക്വസി ആൻഡ് ക്രിയേറ്റിംഗ് ഹോപ്പ് ഫോർ അറ്റ് റിസ്ക് യൂത്ത്. സോ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രതീക്ഷയാണ് കൊടുക്കുന്നത് അല്ലേ ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലൂടെ. യെസ്, ഈ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ. ഓക്കെ, EVX04 പറയുന്നത് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, സോ ഇത്ര മതി നമുക്ക് ന്യൂസ് റിപ്പോർട്ടിന്. അപ്പൊ ന്യൂസ് റിപ്പോർട്ടിന് നമ്മൾ ആദ്യം എപ്പോഴാ എങ്ങനെയാ സംഭവിച്ചതെന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസും ആ രീതിയിലുള്ള കാര്യം, സൊസൈറ്റിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനത്തെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിറ്റിസിസം എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ലാസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. സോ ഇത്ര മതി നിങ്ങൾക്ക്. 3 stars. Your name I don't remember actually. I'm so sorry. Okay, fine. So let us go to the next question. Nothing but write up. Write up an important question ആണ്. So please listen. So നിങ്ങൾ സ്കൂളിലൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ എവിടെ എത്തിയടാ? സ്കൂളിലെ ചാപ്റ്റേഴ്സ് ഒക്കെ എവിടെ എത്തി? കഴിഞ്ഞോ? എന്തായി ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് എവിടെ എത്തി എന്നൊന്ന് പറ കേട്ടോ. സ്കൂളില് ഫസ്റ്റ് പാർട്ടൊക്കെ കഴിഞ്ഞില്ലേ? സെക്കൻഡ് പാർട്ട് തുടങ്ങിയില്ലേ? എല്ലാവരുടെയും ചാപ്റ്റേഴ്സ് എവിടെ എത്തി? ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടൊക്കെ തുടങ്ങിയോ? ടെൽ മീ. നിങ്ങൾ റിവൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയോ? പ്ലീസ് സേ മീ. ഓക്കെ, സ്കോളർഷിപ്പ് ജാക്കറ്റ് കഴിഞ്ഞു. ഓക്കെ, വാങ്ക എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആൻഡ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ചാപ്റ്റർ? ഇത്രയും പഠിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതാ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ? വിച്ച് ഈസ് ദ വെരി, ബിക്കോസ് ദർ ആർ മെനി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റേഴ്സ്, റൈറ്റ്? സോ നിങ്ങൾക്ക് ഇഷ്ടം സെക്കൻഡ് പാർട്ടിലെ 3rd ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, പോയട്രി എങ്ങനെയുണ്ട്? പോയം ഇഷ്ടപ്പെട്ടോ? പോയട്രി ഡാലിയ, പോയട്രി പോയം എങ്ങനെയുണ്ട്? സ്കോളർഷിപ്പ് ജാക്കറ്റ് എത്തി. ഓക്കെ, ഫൈൻ. ഒന്നും കൊള്ളത്. ഓ, അഡ്വഞ്ചേഴ്സിന്റെ പെനിട്രി ആണോ ഡാലിയക്ക് ഇഷ്ടം? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എനിക്ക് പേഴ്സണലി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇഷ്ടം. അതൊരു എന്താ പറയാ, മേ ബി അതൊരു റിയൽ സംഭവം ആയതുകൊണ്ടായിരിക്കാം. പേഴ്സണലി ഐ ലൈക്ക് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഫൈൻ. പോയട്രി ഒട്ടും കൊള്ളൂല. അതെ, കൂട്ടത്തിൽ കുറച്ച് കൊള്ളാത്തൊരു പോയട്രി ആണ്. ഐ നോ ദാറ്റ്. ബട്ട് യാ, നമ്മളതൊക്കെ അടിപൊളിയാക്കും കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? റൈറ്റ് അപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സോ പ്ലീസ് ലിസൺ. എ ടൈംലി ഹെൽപ്പ് ക്യാൻ ബ്രിങ് വണ്ടേഴ്സ് ഇൻ വൺസ് ലൈഫ്. ചില സമയത്ത് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ ദൈവദൂതരെ പോലെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. മേ ബി നമുക്കൊരു സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് യാ, സം സിറ്റുവേഷൻസിൽ നമ്മൾ ചിലപ്പം നിങ്ങളൊരു മാത്സ് പ്രോബ്ലം എല്ലാം കഷ്ടപ്പെട്ട് നിങ്ങൾ കുറേ ട്രൈ ചെയ്ത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും അല്ലേ? അപ്പം അതൊരു ഹെൽപ്പാണ്, ഒബ്വിയസ്ലി ആണ്. അപ്പം മോസ്റ്റ് ഓഫ് ദ സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചില ആൾക്കാർ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ? അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ നടന്ന ഒരു സംഭവം എന്ന് പറയാല്ലേ. കാരണം സൂയിസൈഡ് കേസ് പലതും നടക്കാം, പക്ഷെ ഇങ്ങനെ ഒരു ടൈംലി ഹെൽപ്പാണ് ഇവിടെ വന്നത്. കാരണം സൂയിസൈഡ് ചെയ്തു മരിച്ചില്ല. ഒരു ഡോക്ടറും സർജന്റും ലാൻഡ് ലേഡിയൊക്കെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തൊരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുത്തു അല്ലേ? അത് ടൈംലി ഹെൽപ്പാണ് അല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ദെൻ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിങ് ഓഫ് ദ അനക്ഡോട്ട്, നിങ്ങൾ ഈ അനക്ഡോട്ട് വായിച്ചതിൻ്റെ ബേസിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ടോപ്പിക് കൈൻഡ്നെസ് ബ്രിങ്സ് സൺഷൈൻ ഇൻ ദ ലൈഫ് ഓഫ് അതേഴ്സ്.
കൈൻഡ്നെസ്, ദയ, അനുകമ്പ. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ലൈറ്റ് കൊണ്ടുവരും, വെളിച്ചം വീശും അല്ലെങ്കിൽ വെളിച്ചം പകരും എന്നത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ യു നോ ദ റൈറ്റപ്പ് ആൻഡ് നരേഷൻ, റൈറ്റ്? നരേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ കഥ നരേറ്റ് ചെയ്യുന്നതല്ലേ. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ. സോ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കൈൻഡ്നെസ് ബ്രിങ്സ് സൺഷൈൻ ഇൻ ദ ലൈഫ് ഓഫ് അതേഴ്സ്. സോ ദിസ് ഇസ് ദ ടോപ്പിക്. അനുകമ്പ അല്ലെങ്കിൽ ദയ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നത് എന്നൊരു ടോപ്പിക്. അത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ, ആ ഒരു റൈറ്റപ്പ് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഇവിടെ കുറച്ച് ഹിൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കഥേനെ ബേസ് ചെയ്തിട്ട് ജനറൽ ആക്കിയിട്ടും എഴുതണം, കഥേനെ ബേസ് ചെയ്തിട്ടും നിങ്ങൾ എഴുതണം കേട്ടോ. ജോൺ falls victim to the loose society. ജോൺ ബാഡ് കമ്പാനിയൻസ്, ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെടുന്നു. സ്റ്റീൽസ് ഫ്രം ദ ഓഫീസ് സേഫ്, പൈസ കട്ടെടുക്കുന്നു. അറ്റംപ്റ്റ്സ് ടു കമ്മിറ്റ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഗിവൺ എ ഫ്രഷ് സ്റ്റാർട്ട് ബൈ ദ ട്രിയോ. ആ മൂന്ന് പേരും ആരൊക്കെയായിരുന്നു? ആ മൂന്ന് പേര് ഡു യു റിമെമ്പർ ഹു were the three? ആ മൂന്ന് പേരും ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കുന്നു. മൂന്ന് പേര് ആരൊക്കെയാ? പ്ലീസ് ടെൽ മീ ട്ടാ. അവർക്ക് ഫ്രഷ് സ്റ്റാർട്ട് കൊടുത്ത മൂന്ന് പേര്, പ്ലീസ് ടെൽ മീ, ഹറി അപ്പ്. ലാൻഡ് ലേഡി, ഹു were the trio? ലാൻഡ് ലേഡി ആൻഡ് then Aegon Cronin, ജോൺ ഉണ്ടോ? ജോണിന് ലൈഫ് കൊടുത്ത ആ മൂന്ന് പേര്, ജോണിന് ഫ്രഷ് സ്റ്റാർട്ട് കൊടുത്ത ആ മൂന്ന് പേര്, ലാൻഡ് ലേഡി, Aegon Cronin and സർജന്റ്. വെരി ഗുഡ്, സർജന്റ് അല്ലെ. ഇതാണ് ആ മൂന്ന് പേര്. ഓക്കെ, ഇനി പിന്നീട് അദ്ദേഹം ഒരു സോളിസിറ്റർ ആവുന്നു. വർക്ക്സ് ഫോർ ദ വെൽഫെയർ ഓഫ് യൂത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. സോ അദ്ദേഹത്തിന്റെ ആ ലൈഫ് അല്ലെ, ചീത്ത കൂട്ടുകെട്ടുകളിൽ അവിടെ നിന്ന് തുടങ്ങി പിന്നെ ഒരു സോഷ്യൽ വർക്കർ ആവുന്ന ഒരാളുടെ ദയ കാരണമാണ് ഇങ്ങനെ ഒരു ലൈഫ് അങ്ങ് മാറിപ്പോകുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താ റൈറ്റപ്പ് തയ്യാറാക്കുക. ഓക്കെ, സോ പ്ലീസ് ലിസൺ. പോലീസിന് പകരം നിങ്ങൾ സർജൻ എന്ന് യൂസ് ചെയ്തോ കേട്ടോ. വേർഡ് ടെക്സ്റ്റിൽ അത് പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. ടോപ്പിക്ക് തന്നെ നമ്മൾ ഹെഡിങ് കൊടുത്താൽ മതി. കൈൻഡ്നെസ് ബ്രിങ്സ് സൺഷൈൻ ഇൻ ദ ലൈഫ് ഓഫ് അതേഴ്സ്. നോക്കാം, അത് നമുക്ക് ജനറൽ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഇൻ ലൈഫ് കൈൻഡ്നെസ് ക്യാൻ ഓഫൺ മേക്ക് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഇൻ ലൈഫ്, ജീവിതത്തിൽ കൈൻഡ്നെസ് എന്നുള്ളത് നമുക്ക് വളരെ വലിയ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കാം അല്ലേ. The anecdote, the best investment I ever made, illustrates how a small act of kindness can change someone's life for the better. So, നമ്മുടെ ഈ അനക്ഡോട്ട് ആയിട്ടുള്ള ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന ഈ ചാപ്റ്ററിൽ ഒരു ചെറിയ ആക്ട് ഓഫ് കൈൻഡ്നെസ് എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ കഥയിലോട്ട് വരുവാണെങ്കിൽ മിസ്റ്റർ ജോൺ, ദ മെയിൻ ക്യാരക്ടർ, faced many difficulties in his youth. അദ്ദേഹത്തിന്റെ യൂത്ത് ടൈമിൽ അദ്ദേഹം കുറേ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Living in a loose society, he became a victim of bad influences and made poor choices. So listen, ഇവിടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഹിൻസ് തന്നിട്ടുണ്ട് ഓൾറെഡി. ആ ഹിൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റൈറ്റപ്പ് എഴുതിയാൽ മതി കേട്ടോ. ആരെങ്കിലും മൈൻഡ് ആക്കോ? ഡാർക്ക് ലവ്, ഹലോ, മൈൻഡ് ആക്കില്ല എന്ന് വേണ്ട. ഓക്കെ, സോ അങ്ങനെ അദ്ദേഹത്തിന് ബാഡ് ഇൻഫ്ലുവൻസസ് കാരണം, അദ്ദേഹം ഉണ്ടാക്കിയ തെറ്റായ ചോയ്സസ് കാരണം he became what? Committed to suicide. Like finally, he even stole money from his office safe. തന്റെ ഓഫീസ് സേഫ് നിന്ന് പൈസ കട്ടെടുക്കുന്നു. which led him to feel hopeless and desperate. അങ്ങനെ അദ്ദേഹം നിരാശയിലാവുന്നു, പ്രതീക്ഷയറ്റ ഒരു സിറ്റുവേഷനിലാവുന്നു അല്ലെ. At his lowest point, he attempted to take his own life. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലെത്തിയ സമയത്ത് അദ്ദേഹം എന്ത് തീരുമാനിച്ചു? സ്വന്തം ജീവൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ബിലീവിങ് there was no way out of his problem. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തനിക്ക് തന്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേറെ ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോഴാണ് അങ്ങനെ ആക്കിയല്ലേ. 3 stars. എന്ത് പ്രശ്നം?
Okay, however, everything changed when three kind individuals. എല്ലാം മാറിയത് എപ്പോഴാണ്? 3 കൈൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വന്നപ്പോഴല്ലേ. സോ ഈ ടോപ്പിക് കൈൻഡ്നെസ് ബേസ് ചെയ്തിട്ടായതുകൊണ്ട് നമ്മളിവിടെ കൈൻഡ് എന്നാണ് വാക്ക് മിസ് ഒന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ. സോ അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞത് ആ 3 കൈൻഡ് ഇൻഡിവിജ്വൽസ് വന്നതിന് ശേഷമാണ്. ആരൊക്കെയാണ്? ഡോക്ടർ ക്രോണിൻ ആൻഡ് ദ 2 others. യു ക്യാൻ നെയിം ദ 2 others. ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. Decided to help him. ഈ മൂവർ, ഈ ട്രിയോ മെമ്പേഴ്സ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ മാറി വരുന്നത് അല്ലേ. Then instead of judging him for his mistakes, they offered him a fresh start. താൻ ചെയ്ത പ്രവർത്തികൾക്ക് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈ 3 പേരും എന്താ ചെയ്ത? അദ്ദേഹത്തിന് പുതിയൊരു തുടക്കം കൊടുക്കുക ചെയ്തേ അല്ലെ. നമ്മളാണെങ്കിലോ, നമ്മളെ പാരന്റ്സ് ഒക്കെ നമ്മൾ എന്ത് പറയും? ആ സൂയിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യരുത്, അത് വേറെ കാര്യം അല്ലേ. പക്ഷെ ഇവിടെ ഇവരെന്താ ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹത്തിന് ഒരു പുതിയ സ്റ്റാർട്ട് കൊടുക്കുക അല്ലെ. They showed him compassion and belief in his potential, encouraging him to change his life. So അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലിൽ വിശ്വസിക്കുകയും തന്റെ ലൈഫ് മാറ്റണം അല്ലെങ്കിൽ ചേഞ്ച് കൊണ്ടുവരണം എന്ന് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. This act of kindness gave Mr. John a second chance. ഇവരുടെ ഇദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ് അല്ലെ. With their support, he was able to turn his life around. അവരുടെ സപ്പോർട്ടോടു കൂടി തന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് പറ്റി. Eventually, Mr. John became a solicitor. അങ്ങനെ പതിയെ പതിയെ അദ്ദേഹം എന്തായി? ഒരു വക്കീലായി മാറി. Using his education and experiences to help others. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി. He dedicated his life to the welfare of delinquent youth. ക്രിമിനൽ മൈൻഡുള്ള ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്തു. അതേപോലെ working tirelessly to guide them away from the mistakes he had made. താൻ ചെയ്ത തെറ്റിൽ നിന്നും ഒരു എന്താ പറയാ, ഒരു മോചനത്തിന് വേണ്ടിയിട്ടോ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടോ സംതിങ് ലൈക്ക് ദാറ്റ് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ജീവിതം തന്നെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, ഇവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചതായിരുന്നു അല്ലേ. Through his effort, he was able to bring hope and light into the life of many young people who were struggling. So അദ്ദേഹത്തിന്റെ എഫേർട്ടിലൂടെ അദ്ദേഹത്തിന് ഇങ്ങനത്തെയുള്ള ഡെലിൻക്വൻ്റ് ആയിട്ടുള്ള മാലജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രതീക്ഷയും ഒരു വെളിച്ചവും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. In conclusion, the story of Mr. John shows us that kindness can bring sunshine into the life of others. ഇനി ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, കൈൻഡ്നെസ്സിലൂടെ നമുക്ക് എന്ത് കൊണ്ടുവരാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ? We can bring sunshine. It reminds us that helping someone in need can lead to amazing transformation. ചിലരുടെ ആവശ്യഘട്ടത്തിൽ അവരെ സഹായിച്ചാൽ ഇതുപോലെയുള്ള അമേസിംഗ് ട്രാൻസ്ഫർമേഷൻസ് അവരുടെ ജീവിതത്തിൽ നടക്കും എന്നതിന് തെളിവാണ് നമ്മുടെ ചാപ്റ്റർ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. A simple act of kindness can inspire hope, create opportunities and change lives for the better. So ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആക്ട്, ഒരു ദയ അല്ലെ. ശരിക്കും ആലോചിച്ചാൽ 7 pounds and 10 shillings എന്ന് പറഞ്ഞാൽ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമാണ് കൊടുത്തത്, റൈറ്റ്? സോ അത് ഇറ്റ് ക്യാൻ ഇൻസ്പയർ ഹോപ്പ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ കൊടുക്കാം, ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, ചേഞ്ച് ലൈഫ്സ് ഫോർ ദ ബെറ്റർ. യെസ്, ഇറ്റ് വാസ് എൻ അമേസിംഗ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്ര പോരാ. ശരിക്കും നമ്മൾ റൈറ്റപ്പ് എഴുതുന്ന സമയത്ത് മിസ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സംഭവങ്ങളൊക്കെ എക്സാമിന് എത്ര മാർക്കിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അത് എലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോരുത്. ഓക്കെ, സോ ഡു യു ഹാവ് എനി കൈൻഡ്സ് ഓഫ് ഡൗട്ട്? സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ആ സംഭവങ്ങളും കൈൻഡ്നെസ് ആണ് ഇവിടെ ടോപ്പിക് അല്ലേ. അപ്പൊ കൈൻഡ്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കൺക്ലൂഷനിലൊക്കെ നിങ്ങൾക്ക് ഇനിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തള്ളി അങ്ങ് മറക്കുക കേട്ടോ. ഓക്കെ, സോ റൈറ്റപ്പോ നരേഷനോ? മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ നരേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക. റൈറ്റപ്പ് ആണോ ഇഷ്ടം, നരേഷൻ ആണോ നിങ്ങൾക്ക് ഇഷ്ടം എഴുതാൻ വേണ്ടിയിട്ട്? ഏതാ ഇഷ്ടം? ഏതാ നിങ്ങൾ ചൂസ് ചെയ്യാറുള്ള? റൈറ്റപ്പ് ആണോ നരേഷൻ ആണോ? എൻ്റെ മിസ് പറഞ്ഞ റൈറ്റപ്പ് 2 പേജ് വേണം. അതേ, റൈറ്റപ്പ് 2 പേജ് വേണം. 2-2.5 പേജ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് ഫോർ 7 മാർക്ക്, റൈറ്റ്? സോ നിങ്ങൾ എന്തായാലും അത് എഴുതണം കേട്ടോ. റൈറ്റപ്പ് ആണോ എഴുതാറുള്ളത്? ഓക്കെ,
ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള നരേഷൻ എഴുതുന്നതാണ്. ബിക്കോസ് റൈറ്റപ്പ് തോന്നിയും ഒരു ജനറൽ ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, അപ്പൊ അത് എഴുതാൻ പറ്റാത്ത ആൾക്കാർ കൊണ്ട് നരേഷൻ എഴുതും. അപ്പൊ പിന്നെ കഥ ഇങ്ങനെ തള്ളി മറിക്കാലോ. രണ്ടും ഇഷ്ടമാണോ? ഓക്കെ ഓക്കെ ഫൈൻ ഫൈൻ. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ഫ്രം വിച്ച് ചാപ്റ്റർ എന്നുള്ളത് അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലേ നിങ്ങൾ എഴുതുന്നത്. റൈറ്റ്. രണ്ടും എഴുതാറുണ്ടോ ഡാലിയ? എക്സാമിന് രണ്ടും എഴുതുന്നുണ്ടെന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ രണ്ടും എഴുതുന്നതിന് കുഴപ്പമില്ലാന്നോ? രണ്ടും എഴുതിയ സമയം പോക്കരുത് കേട്ടോ ആരും. എനിക്ക് രണ്ടും ഇഷ്ടമാണെന്ന് വിചാരിച്ചു. ഓ റൈറ്റ് അപ്പ് ഇസ് ഈസി, ഫൈൻ. ഫസ്റ്റ് ടൈം അഡ്വഞ്ചേഴ്സിന്റെ പെനിട്രിയ. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. മിസ്റ്റർ സോങ് നരേഷൻ ടോഫ് ആണോ? ടോപ്പ് ആണെന്നാണോ? ഓക്കെ, ഇനി നിങ്ങൾ നരേഷനൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു നരേഷനും കൂടെ നോക്കാം. So please listen. So we are going to the next questions, and today we have discussed first of all നമ്മൾ news report discuss ചെയ്തു, and then a question related to write-up, which was your previous question. Okay, previous examinൊക്കെ ചോദിച്ചിട്ടുള്ള question ആണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. So you have to take care about that. Okay. Tough. എന്ത് ടഫടാ? 3 stars. What happened? Okay, so we are going to discuss narration. Actually, narration is simple. നമുക്ക് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല അല്ലേ? ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആ കോണ്ടന്റ് തറോ ആയി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോർമാറ്റ് ഒന്ന് തിരിച്ചു മറിച്ചതാക്കിയാൽ നിങ്ങളുടെ ഡിസ്കോഴ്സസ് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. റൈറ്റ്, ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ആ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ കോണ്ടന്റ്, ദ ചാപ്റ്റർ, അബൌട്ട് ദ ഓതർ, ദ സമ്മറി, ഓൾ ദീസ് ഡീറ്റെയിൽസ് മസ്റ്റ് ബി തറോ ഇൻ യുവർ മൈൻഡ്. അതിങ്ങനെ പെർഫെക്റ്റ് ആക്കി വെക്കണം. ഏതുറക്കത്തിൽ നിങ്ങളോട് ആരാ ഏജോ ക്രോണിൻ എന്ന് ചോദിച്ചാൽ യു മസ്റ്റ് നോ അബൌട്ട് ദാറ്റ്. റൈറ്റ്, യെസ്. സോ അതേപോലെ നിങ്ങളിപ്പം ഏത് പോയമാണെങ്കിലും നിങ്ങളോട് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗണിലെ അലിട്രേഷന്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് സ്പോട്ടിൽ അലിട്രേഷന്റെ എക്സാമ്പിൾ കിട്ടണടാ. ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ എന്ത് സുഖമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഐ എം ഡ്രീമിങ് നിങ്ങൾ എന്തൊരു ഈസി ആയിട്ട് എഴുതും എന്നുള്ളത്. നിങ്ങളിങ്ങനെ ഇങ്ങനെ 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 അങ്ങനെ എഴുതാം, നമുക്ക് സുഖമായിട്ട് എഴുതാം. സോ അലിട്രേഷൻ അറിയാം. അലിട്രേഷൻ എന്താന്നുള്ളത് പഠിച്ചാൽ മാത്രം AKPA. ഓക്കെ, സോ അലിട്രേഷൻ എന്താന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അലിട്രേഷൻ എക്സാമ്പിൾ കൂടെ അറിയണം ഏത് ചാപ്റ്റർ എന്നാണെങ്കിലും കേട്ടോ. അലിട്രേഷൻ ആ ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ യു ഹാവ് ടു നോ എക്സാമ്പിൾ ടു. ഫൈൻ. ഓക്കെ, സോ നമുക്ക് ഇതിലോട്ട് പോയാലോ, നരേഷനിലോട്ട് പോവാം. ലിസൺ. Okay, please listen. Prepare a narrative of the incidents that led to the transformation of Mr. John from a delinquent youth to philanthropist. Philanthropist എന്ന് പറഞ്ഞാൽ a person who helped the poor and the needy. അതായത് പ്രിപ്പയർ എ നരേറ്റീവ്. ഞാൻ അറിയാതെ മൂളി പോകുന്നുണ്ട്. ആ മൂളുന്നതിനാണ് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച്. വാട്ട് എവർ. ഓക്കെ, നമുക്ക് ക്ലാസ് കഴിയാവുന്ന നേരത്തെ നമുക്ക് പാടാം കേട്ടോ. ഫോർ ദോസ് ഹു ആർ ആസ്കിങ് മീ ടു സിംഗ്. ആക്ച്വലി ഇറ്റ്സ് ബീങ് ലോങ് ടൈം ഞാനിങ്ങനെ പാടാറൊന്നുമില്ല. Whatever. Prepare a narrative of the incident that led to the transformation of Mr. John from delinquent youth to a philanthropist. അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ചീത്ത കൂട്ടുകെട്ടുകളായിരുന്നു അല്ലെ, ബാഡ് കമ്പാനിയൻ, ഒരു ലൂസ് സൊസൈറ്റിയിൽ ആ ഒരു കമ്പാനിയൻഷിപ്പിൽ നിന്നും അദ്ദേഹം അവസാനം ഫിലാന്ത്രോപ്പിസ്റ്റ്, അതായത് പേഴ്സൺ ഹു ഹെൽപ് ദ പുവർ ആൻഡ് ദ നീഡി, ഇങ്ങനെ സഹായിക്കുന്നവരായി മാറി അല്ലെ. ഇങ്ങനത്തെ ഡെലിങ്ക്വന്റ് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം അദ്ദേഹം ചേഞ്ച് ആയിട്ട് അങ്ങനത്തെ മൈൻഡുള്ള കുട്ടികളെ സഹായിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ട്രാൻസ്ഫോംഡ് ആയി. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളോട് നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഈസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ, മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ, മിസ്റ്റർ ജോണിന്റെ ട്രാൻസ്ഫോർമേഷൻ, അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫ് നിന്ന് പ്രസന്റ് ലൈഫിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ. ഇത്രയും നേരം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? യെസ്.
ഓക്കെ. ഓ, ശ്രീമാത് സാറിന്റെ AKPA സ്റ്റുഡൻസ് ആണ് അല്ലെ? ഓക്കെ. പവർ കാണിക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വാട്ട് ഇസ് AKPA? Okay, so listen. The transformation of Mr. John. ആരെങ്കിലും ഒന്നും ഇപ്പൊ എന്നെ തല്ലും. ഞാൻ AKPA എന്ന് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. Oh, All Kerala Padipist Association. Oh my God. ഞാൻ അത്ര വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു ഞാൻ അറിയാത്ത എന്തോ വേറെന്തോ സ്കൂളിന്റെ പേരോ. I thought something like that. ഓൾ കേരള പഠിപ്പിസ്റ്റ് അസോസിയേഷന്റെ ഭാഗമാണല്ലേ നിങ്ങൾ. എന്നാ ഭാഗത്തിലോട്ടൊന്ന് കൂട്ടുവോ അതിനൊരു മെന്ററായിട്ട്? ഓ, യു ആർ ദ CEO. ആമി, ഫൈൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ AKPA എന്ന് പറഞ്ഞപ്പോ I thought ഏതോ സ്കൂളിന്റെ പേര്, നിങ്ങൾ ആ സ്കൂളിലെ പിള്ളേരാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. Anyway, I am the principal. ഞാനാണ് പ്രിൻസിപ്പൽ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. Mr. John's journey from a troubled youth to a philanthropist is a powerful story of change and redemption. So, Mr. Johnന്റെ ആ ഒരു ജേർണി, ഒരു ട്രബിൾഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ്, ആവശ്യക്കാരെ സഹായിക്കുന്ന, ഇങ്ങനത്തെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹായിക്കുന്നവരെ ആ ഒരു ജേർണിയുടെ അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു പവർഫുൾ സ്റ്റോറി ആയിരുന്നു. അതേപോലെ തന്നെ ഒരു മാറ്റത്തിന്റെയും റിഡംഷൻ, ഒരു വീണ്ടെടുപ്പിന്റെയും ഒരു ജേർണി ആയിരുന്നു. ഇൻ ഹിസ് ഏർലി ഇയേഴ്സ്, ഇനി അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫ് പറയാം, പിന്നെ പ്രസന്റ് ലൈഫ് പറയാം, ഒക്കെ സെയിം സാധനം പറയുന്നത്. മിസ്റ്റർ ജോൺ ലിവ്ഡ് ഇൻ എ ലൂസ് സൊസൈറ്റി വെയർ ബാഡ് ഇൻഫ്ലുവൻസസ് സറൗണ്ടഡ് ഹിം. അദ്ദേഹം പാസ്റ്റില്, ഏർലി ഇയേഴ്സ്, പണ്ട് കാലത്ത് അദ്ദേഹം ഒരു ലൂസ് സൊസൈറ്റിയിലായിരുന്നു. അദ്ദേഹത്തിന് കുറെ ബാഡ് ഇൻഫ്ലുവൻസസും ഉണ്ടായിരുന്നു. ആസ് യങ് മാൻ ഹി ഫെൽ ഇൻ ടു ദ റോങ് ക്രൗഡ് ആൻഡ് ബിഗാൻ മേക്കിംഗ് പുവർ ചോയ്സസ്. ഒരു യങ് മാൻ എന്ന രീതിയിൽ 10 കിട്ടിയാൽ 20 ചെലവാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അല്ലെ. അദ്ദേഹത്തിന് ഒരു അത്യാഗ്രഹിയായിരുന്നു, ആ ഒരു മൈൻഡ് ആയിരുന്നു. അദ്ദേഹം റോങ് ആയിട്ടുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളുടെ ഇടയിൽ എത്തിപ്പെടുന്നു. He got caught up in stealing and eventually took money from his office safe. അദ്ദേഹം ഓഫീസ് സേഫ് എന്ന് പൈസ കട്ടെടുക്കുന്നു, തിങ്കിങ് ഇറ്റ് വാസ് ക്വിക്ക് വേ ടു സോൾവ് ഹിസ് പ്രോബ്ലം. ഒരു ഫൈനൽ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് പൈസ കട്ടെടുക്കുന്നത്. തന്റെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം പൈസ കട്ടെടുക്കുന്നത്. Fortunately, അദ്ദേഹം അതിൽ ഫെയിലായി. However, after committing the crime, ആ ക്രൈം ചെയ്തതിനു ശേഷം John felt overwhelmed by guilt and despair. He believed that there was no way to escape his mistake. അവസാനം അദ്ദേഹം തോൽക്കുകയും അദ്ദേഹം ആകെ നിരാശയിലാവുകയും ചെയ്യുന്നു. He believed, അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, there was no way to escape his mistake. തന്റെ തെറ്റുകളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ഒരു വേയുമില്ല. In a moment of hopelessness, he attempted to end his life. അങ്ങനെ പ്രതീക്ഷയറ്റ ഒരു നിമിഷത്തിൽ തന്റെ ജീവിതം എൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. This was a turning point as he was discovered by the 3 compassionate individuals who intervened at the right moment. ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കറക്റ്റ് സമയം ഒരു മൂവർ സംഘം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്റർവീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇടപെടുന്നു അല്ലെ. Then instead of condemning him for his actions, താൻ ചെയ്ത പ്രവർത്തികളിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഡോക്ടർ ക്രോണിൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ചൂസ് ടു ഷോ കൈൻഡ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അദ്ദേഹത്തിനെ മനസ്സിലാക്കുകയും അദ്ദേഹത്തിനോട് ദയ കാണിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. They saw potential in John and offered him a second chance. അവന്റെ കഴിവ് മനസ്സിലാക്കുകയും അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയും ചെയ്തു. And then they encouraged him to change his life and provided support he desperately needed. They encouraged him to change his life. തന്റെ ജീവിതം ചേഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാവിധ എൻകറേജ്മെന്റും കൊടുക്കുന്നു, സപ്പോർട്ടും കൊടുക്കുന്നു. With their help, John began to turn his life around. അവരുടെ സഹായത്തോടു കൂടെ അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. Determined to make a fresh start. Yes, ഞാൻ ഇന്ന് മുതൽ ഒരു ഫ്രഷ് പുതിയ മനുഷ്യനായിരിക്കും എന്നത് ഉറച്ച തീരുമാനം എടുക്കുന്നു. ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഇവൻച്വലി ബിക്കം എ സോളിസിറ്റർ. അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഒരു വക്കീലായിട്ട് മാറുന്നു. ആൻഡ് ദെൻ
His experiences made him more compassionate and he realized the importance of helping others who faced similar struggles. So, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലൂടെ അദ്ദേഹം മോർ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ആളായി മാറുന്നു. അതേപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പഠിച്ചു, അല്ലേ? ഇൻസ്പയർഡ് ബൈ ദ കൈൻഡ്നെസ് ഹി റിസീവ്ഡ്, അദ്ദേഹത്തിന് റിസീവ് ചെയ്ത കൈൻഡ്നെസ്സിൽ നിന്നും തന്നെ അദ്ദേഹം പഠിക്കുന്നു. ജോൺ ഡെഡിക്കേറ്റഡ് ഹിസ് ലൈഫ് ടു സെർവിങ് ദ പുവർ ആൻഡ് ദ നീഡി. അങ്ങനെ തൻ്റെ ലൈഫ് തന്നെ ഇങ്ങനെ പാവപ്പെട്ടവർക്കും ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ തൻ്റെ ലൈഫ് ഒഴിഞ്ഞു വെക്കുന്നു, അല്ലേ? John's transformation is a testament to the power of kindness. He went from being a delinquent youth to a philanthropist. അദ്ദേഹം ഒരു delinquent youth, മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ആ ഒരു സമയത്തിൽ നിന്നും അദ്ദേഹം ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ്, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ലെവലിലേക്ക്, ഒരു സോഷ്യൽ വർക്കർ ആയിട്ട്, ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിട്ട് മാറുന്നു. യൂസിങ് ഹിസ് ലൈഫ് ടു അപ്ലിഫ്റ്റ് അതേഴ്സ്. അദ്ദേഹത്തിന്റെ ജീവിതം ഉപയോഗിച്ച് മറ്റുള്ളവരെ അദ്ദേഹം സഹായിക്കാൻ തുനിയുന്നു, അല്ലെ? ഹി വർക്ക് ടയർലെസ്ലി ടു സപ്പോർട്ട് ആൻഡ് റീഹാബിലിറ്റേറ്റ് ഡെലിങ്ക്വന്റ് യൂത്ത്. എന്താ ടയർലെസ്ലി, അതായത് ഭയങ്കര എന്താ പട്ടിപ്പണി എടുക്കാന്ന് പറയില്ല, അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം പണിയെടുത്തു. എൻഷുറിംഗ് ദാറ്റ് ദേ ഹാഡ് ദ ഗൈഡൻസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ബിൽഡ് ബെറ്റർ ലൈഫ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. ജോൺ സ്റ്റോറി റിമൈൻഡ് അസ് ദാറ്റ് with compassion and support. ജോണിന്റെ കഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പാഷനിലൂടെയും സപ്പോർട്ടിലൂടെയും anyone can change for better and make a positive impact on the world. ആർക്കും മാറാം, ആർക്കും എങ്ങനെയും മാറാം. ലോകത്തിന് ഒരു വലിയ മെസ്സേജ് തന്നെ നമുക്ക് കൊണ്ടുവരാം, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് നമുക്ക് ലോകത്തിന് കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്, റൈറ്റ്? യെസ്. So this is the narration. So നിങ്ങൾ ശ്രദ്ധിക്കുക, again I am saying this narration is a summarized narration and നിങ്ങൾ ഇത് ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇലാബറേറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. Okay, that's it. So is it clear? ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെങ്കിൽ പ്ലീസ് ടെൽ മീ. ഓക്കെ, നമ്മൾ ആൾക്കാരൊക്കെ പോയോ? ഇവിടെ പോയി ഇവിടെ റിപ്ലൈ തന്ന കുറെ പേര് നല്ല നല്ല പിള്ളേരുണ്ടായിരുന്നല്ലോ. 3 stars, വെരി ഗുഡ്. ആമേ ഗുഡ് ഗുഡ് ഗുഡ്. സെറ്റുമ ഓക്കെ ആണ്. What about others? Farzane good. Okay. Anyone, do you have any kinds of doubt? Please tell me, okay? Okay. So do you expect any more questions from this chapter? We have one more question to discuss and I am asking you, ningalku vera endenkilum doubt ee chapter nu undo, so that we can include in the other session, right? Of Dahlia, emma comment ada. ഡയറി എൻട്രി ഉണ്ടാവാം, ബട്ട് ഡയറി എൻട്രി ഇതുവരെ അങ്ങനെ ചോദിച്ചത് കണ്ടിട്ടില്ല. അപ്പോൾ ഡയറി എൻട്രി ഉണ്ടാവുകയാണെങ്കിൽ മേ ബി മിസ്റ്റർ ജോൺ അപ്പം മൈൻഡിലൂടെ പോയ കാര്യങ്ങൾ ഒരു ഡയറി എൻട്രി ആയിട്ട് ചോദിച്ചേക്കാം, അല്ലേ? അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് ഡയറി എൻട്രി ആയിട്ട് വരാനുള്ള ചാൻസ് ഏജ് ക്രോണിനെ കുറേ കാലത്തിന് ശേഷം കണ്ടില്ലേ, ആഫ്റ്റർ 25 years ഏജ് ക്രോണിനെ മീറ്റ് ചെയ്തല്ലോ, അത് വേണമെങ്കിൽ ഡയറി എൻട്രി ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അത് വേണമെങ്കിൽ എന്തായിട്ട് വരാം? ഡയറി എൻട്രി ആയിട്ട് വരാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് conversation. So please listen. The young man is brought back to his life by the timely interventions of the doctor, surgeon and landlady. ഡോക്ടറിന്റെയും സർജന്റെയും ലാൻഡ്ലേഡിയും സർജന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, സർജന്റെയും ലാൻഡ്ലേഡിയും സഹായത്തോടു കൂടി യങ് മാനെ തിരിച്ചു ജീവിതത്തിലോട്ട് കൊണ്ടുവന്നു, അല്ലെ? They could not believe that the young man tried to commit suicide for a paltry sum. അവർക്ക് വിശ്വസിക്കാനായില്ല, ഒരു paltry sum, ഒരു തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ജീവിതം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നിന്നതെന്ന് ആലോചിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെ later the doctor and the surgeon had a conversation. Surgeon's spelling is wrong here, okay?
Surgeon had a conversation about it, right? A likely conversation. So, doctor and surgeon ആകെ അത്ഭുതം. ഈ ചെറിയൊരു പൈസക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ജീവിതം കുട്ടിച്ചോറാക്കാൻ പോയെന്നുള്ളത്. സോ ഇവർ തമ്മിൽ ഡോക്ടറും സർജനും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നു. സോ കോൺവെർസേഷന്റെ സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ WH questions, yes or no questions, question tag, had better, if close, ഇങ്ങനത്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. കുറേ എക്സ്ചേഞ്ചസ് ഒന്നും വേണ്ട, കുറേ നിങ്ങൾ കഥകൾ ഹായ് ഹലോ ഹൗ ആർ യു ഇങ്ങനെയൊന്നും എല്ലാ കോൺവെർസേഷൻ തരാം. 6 എക്സ്ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ച് ഹായ്, അടുത്ത എക്സ്ചേഞ്ച് ഹലോ, അടുത്തത് ഹൗ ആർ യു. ഇതല്ല നിങ്ങളുടെ 6 കേട്ടോ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ എഴുതിയ ആർക്കും മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ നല്ല ക്വസ്റ്റ്യൻസ് തന്നെ conversation സമയത്ത് prepare ചെയ്യുക. So please listen. Conversation between the doctor and the surgeon. Doctor, did you see how desperate the young man was? സർജനോട് ചോദിക്കുകയാണ്. ഇവിടെയൊക്കെ സർജന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എത്ര നിരാശയിലായിരുന്നു ആ ഒരു യങ് മാൻ നീ കണ്ടിട്ടുണ്ടായിരുന്നോ? Yes, I can't believe that he tried to end his life over such a small amount. ചെറിയൊരു പൈസക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ ഇങ്ങനെ ആക്കിയതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. Why would anyone consider suicide for a paltry sum like that? ഈ ഒരു ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് എന്തിനാ എല്ലാവരും സൂയിസൈഡ് ചൂസ് ചെയ്യുന്നത്? സർജൻ, ഇറ്റ് ഷോസ് ഹൗ ഹോപ്പ്ലെസ് ഹി ഫെൽറ്റ്, ഹി ഹാഡ് നോവെയർ ടു ടേൺ. ഇത് കാണിക്കുന്നത് എത്ര പ്രതീക്ഷയറ്റ അവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. ഡോക്ടർ, വി ഹാഡ് ബെറ്റർ ഗിവ് ഹിം ദ സപ്പോർട്ട് ഹി നീഡ്സ് നൗ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടൊക്കെ ഇപ്പോൾ കൊടുക്കാം. സർജൻ, അബ്സല്യൂട്ട്ലി. ഇഫ് വി ഡോണ്ട് ഹെൽപ്പ് ഹിം ഹി മൈറ്റ് ഫോൾ ബാക്ക് ഇൻ ടു ഡെസ്പെയർ. നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും നിരാശയിലാവും. Doctor, do you think he realizes how much his life matters? അദ്ദേഹത്തിന്റെ ലൈഫ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടാവോ? അദ്ദേഹം റിയലൈസ് ചെയ്യുന്നുണ്ടാവോ? ഐ ഹോപ്പ് സോ. ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് കുഡ് ചേഞ്ച് എവറിഥിങ് ഫോർ ഹിം. അദ്ദേഹം ലൈഫ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ് ലിയോ. സോ ലൈഫ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് തന്നെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. വാട്ട് ഇഫ് we reach out to him and offer him guidance? നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന് എല്ലാവിധ ഗൈഡൻസ് കൊടുത്താലോ? സർജൻ പറയാണ്, that's great idea. He needs to know that there are people who care. അദ്ദേഹത്തിനെ കെയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ. Yes, we can make a real difference in his life with our support. Yes, നമുക്ക് നമ്മളുടെ സപ്പോർട്ടോട് കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലൊരു ഡിഫറൻസ്, ഒരു മാറ്റം, ഒരു വ്യത്യാസം കൊണ്ടുവരാം. Let's make sure he understand that he has a second chance. അദ്ദേഹം മനസ്സിലാക്കട്ടെ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് ചാൻസ് കൂടെ ഉണ്ട് എന്ന്. ഓക്കെ, സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഐ ഹോപ്പ് ദീസ് തിങ്സ് ആർ ക്ലിയർ ഫോർ യു പീപ്പിൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ റൈറ്റപ്പ്, ന്യൂസ് റിപ്പോർട്ട്, കോൺവെർസേഷൻ ആൻഡ് നരേഷൻ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഞാൻ പറഞ്ഞു ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെയാണ്. അപ്പം നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക കേട്ടോ. സോ ഗ്രാമർ എടുക്കും, ഗ്രാമർ ഷുവർ ആയിട്ട് ഗ്രാമർ എടുക്കും കേട്ടോ. Okay, I hope these things are clear for you. So ഇനി നമുക്ക് വേറെ ചാപ്റ്റർ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. And we will sing on the next class. Okay, okay, fine. So അടുത്ത ക്ലാസ്സിൽ മിസ് പാട്ടൊക്കെ അങ്ങനെ നോക്കി സെറ്റ് ആക്കിയിട്ട് നമ്മൾ പാടാം. What? Fine. Okay, so നമുക്ക് ഇന്നത് വൈൻഡപ്പ് ചെയ്യാം. That's all. Take care. Good night and bye.